ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആൻഡ് ദ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം സെൻറ്റൻസസിനെയോ ഒരു കൂട്ടം വേർഡ്സിനെയോ ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസിൽ എയും ആനും എപ്പോഴാണ് യൂസ് ചെയ്യുക? എ എപ്പോഴാണ് യൂസ് ചെയ്യുക? അൺനോൺ ടു ദ സ്പീക്കർ ഓർ ലിസണർ. എയും ആനും എപ്പോഴാണ് യൂസ് ചെയ്യുക? സ്പീക്കറിന് അല്ലെങ്കിൽ ലിസണറിനോ എന്തെങ്കിലും കാര്യം അറിയാത്തതായിട്ട് വരുന്നതിനെയാണ് എയും ആനും യൂസ് ചെയ്യുക. ദ എപ്പോഴാണ് യൂസ് ചെയ്യുക? നോൺ ടു ബോത്ത് സ്പീക്കർ ആർ ലിസണർ. ഒരു സ്പീക്കറിനോ ലിസണറിനോ എന്തെങ്കിലും കാര്യം അറിയുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതിനെയാണ് ദ ഫോം വരിക. ദ എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ ദ വരിക. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ റെസ്റ്റോറൻറ്റ് എന്ന് വരും. ആൻ ആപ്പിൾ, അതായത് ഈ എ ഐ ഒ യു വവൽ സൗണ്ട് വരുന്നത്. ആപ്പിളിൻ്റെ എ മുന്നിൽ വരുന്നില്ലേ? എ വരുന്നതൊക്കെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എ മുന്നിൽ വരുന്നതൊക്കെ അതിൻ്റെ മുന്നിൽ വവൽ സൗണ്ട് വരണം, അതായത് ആൻ വരണം. എ എൻ ആൻ. താഴെ കൊടുത്തതിൽ ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ് സെൻറ്റൻസ്? ഓപ്ഷൻസ് വായിക്കാം. ഐ വിൽ ഈറ്റ് ആപ്പിൾ. ഓപ്ഷൻ ബി, ഐ വിൽ ഈറ്റ് ആൻ ആപ്പിൾ. അതിലേതാ കറക്റ്റ്? ആപ്പിളിൻ്റെ മുന്നിൽ എന്ത് വരണം എന്ന് ഞാൻ പറഞ്ഞത്? ആൻ വരണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ആൻ എഞ്ചിനീയർ. ഷീ ഈസ് എ എഞ്ചിനീയർ. അപ്പോൾ ഈ ഉണ്ട്, ഈ എ ഇ ഐ ഒ യു എന്നാണ്. അപ്പോൾ വവലുണ്ട്, ഈ ഉണ്ട് ഇവിടെ, ഈ ഫോമാറ്റ് വവലുണ്ട് ഇവിടെ. അപ്പോൾ ആൻ വരണം. ഷീ ഈസ് ആൻ എഞ്ചിനീയർ. ദ ബിൽഡിംഗ് വാസ് ടോൾ. ആൻ ബിൽഡിംഗ് വാസ് ടോൾ. അപ്പോൾ ആൻ ബിൽഡിംഗ് എന്ന് പറയില്ല ഒരിക്കലും, ദ ബിൽഡിംഗ് എന്നാണ് പറയാം. അപ്പോൾ ദ ബിൽഡിംഗ് വാസ് ടോൾ, അതാണ് അവിടെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹി വിസിറ്റഡ് എ താജ്മഹൽ. ഓപ്ഷൻ ബി, ഹി വിസിറ്റഡ് ദ താജ്മഹൽ. ഓപ്ഷൻ ബി ആണ് വരിക, ദ താജ്മഹൽ എന്ന് പറയാം. സ്പീക്കറിനോ ലിസണറിനോ അറിയാം താജ്മഹൽ അവിടെ വിസിറ്റ് ചെയ്തു, താജ്മഹൽ വിസിറ്റ് ചെയ്യണമെന്നും താജ്മഹലിനെ കുറിച്ചിട്ടും അറിയാം. ഓക്കെ, അങ്ങനെയുള്ള കേസസിനാണ് ദ വരിക. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. അവിടെ എ ഐ ഒ വവൽ സൗണ്ട് ഇല്ലല്ലോ, അതിനുകൊണ്ട് എ എന്ന് യൂസ് ചെയ്താൽ മതി. അവൻ ആ ബുക്ക് വാങ്ങും. ഹീ വിൽ ബൈ ദ ബുക്ക്. ദ ബുക്ക്, ആ ബുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ലിസണറിനോ സ്പീക്കറിനോ അത് അറിയാം, ആ ബുക്ക്, ആ ഒരു പർട്ടിക്കുലർ ബുക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ വരണം. ഞാൻ ഒരു ആപ്പിൾ കഴിക്കും. ഐ വിൽ ഈറ്റ് ആൻ ആപ്പിൾ. വവൽ സൗണ്ട് വരണുണ്ട്, എ ഉണ്ട്, ആപ്പിളിൻ്റെ എ. അപ്പോൾ ആൻ വരണം. നിങ്ങൾ ഒരു മെസ്സേജ് അയക്കും. യു വിൽ സെൻഡ് എ മെസ്സേജ്. അതിൽ വവൽ സൗണ്ട് ഒന്നും വരുന്നില്ല. ആ എ മെസ്സേജ് ഒരു മെസ്സേജ് അയക്കും, എന്തോ ഒരു മെസ്സേജ് അയക്കും. യു വിൽ സെൻഡ് എ മെസ്സേജ്. ഞാനൊരു മൂവി കാണും. ഐ വിൽ വാച്ച് എ മൂവി. എനിക്ക് ഒരു പെൻ വേണം. ഐ നീഡ് എ പെൻ. ഞാനൊരു ക്യാപ്പ് ധരിക്കും. ഐ വിൽ വെയർ എ ക്യാപ്പ്. ഒരു ക്യാപ്പ്, ഏതോ ഒരു ക്യാപ്പ് ധരിക്കും. ഐ വിൽ വെയർ എ ക്യാപ്പ്. അവൻ ആ കാറ് ഡ്രൈവ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ കാറിനെ കുറിച്ച് ലിസണറിനോ സ്പീക്കറിനോ അറിയാം, അതാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ആ കാറ്, ആ പർട്ടിക്കുലർ കാറ്. അപ്പോൾ ദ വരണം. നമ്മൾ ആ റൂം ക്ലീൻ ചെയ്യും. ആ പർട്ടിക്കുലർ റൂമാണ്, അപ്പോൾ ദ വരണം. വി വിൽ ക്ലീൻ ദ റൂം. അവൾ ആ ബോക്സ് തുറക്കും. ആ പർട്ടിക്കുലർ ബോക്സ് തുറക്കും എന്നാണ് പറയുന്നത്. ഷീ വിൽ ഓപ്പൺ ദ ബോക്സ്. ഞാൻ ഒരു സ്റ്റോറി വായിക്കും. ഐ വിൽ റീഡ് എ സ്റ്റോറി. ഒരു സ്റ്റോറി, ഏതെങ്കിലും ഒരു സ്റ്റോറി. ഐ വിൽ റീഡ് എ സ്റ്റോറി. അവൻ ആ മാനേജറാണ്. ഹീ ഈസ് ദ മാനേജർ. ആ മാനേജർ, ആ പർട്ടിക്കുലർ മാനേജർ. ദി ഈസ് ദ മാനേജർ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എ ആണ് വരേണ്ടത്. ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഞാനൊരു എക്സ്പേർട്ടിനെ കാണും. ഐ വിൽ സീ ആൻ എക്സ്പേർട്ട്. വവൽ സൗണ്ട് ഉണ്ട്, ഈ എക്സ്പേർട്ടിൻ്റെ ഇ ഉണ്ട്, വവൽ സൗണ്ടാണ്. അപ്പോൾ മുന്നിൽ ആൻ വരണം. അവൾ ആ അംബർല എടുക്കും. ഷീ വിൽ ടേക്ക് ദ അംബർല. ആ അംബർല, ആ പർട്ടിക്കുലർ അംബർല. അപ്പോൾ ഷീ വിൽ ടേക്ക് ദ അംബർല. അവർ ആ ഗെയിം കളിക്കും.
ദേ വിൽ പ്ലേ ദ ഗെയിം. ആ പെർട്ടിക്കുലർ ഗെയിം കളിക്കുന്ന പറയുന്നത്. അപ്പം ദ ഗെയിം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡു യു വിസിറ്റ് വെൻ യു ആർ സിക്ക്? ഐ വിൽ വിസിറ്റ് എ ഡോക്ടർ വെൻ ഐ ആം സിക്ക്. ഐ വിസിറ്റ് എ ഡോക്ടർ വെൻ ഐ ആം സിക്ക്. വാട്ട് ഡു യു ക്യാരി വെൻ ഇറ്റ് റെയിൻസ്? ഐ ക്യാരി ആൻ അംബർല വെൻ ഇറ്റ് റെയിൻസ്. അംബർല യു ഉണ്ട്, എ ഇ ഐ യു യു സൗണ്ട്, വവൽ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഐ ക്യാരി ആൻ അംബർല വെൻ ഇറ്റ് റെയിൻസ്. വാട്ട് ഡു യു വെയർ വെൻ ഇറ്റ് ഈസ് കോൾഡ്? ഐ വെയർ എ സ്വെറ്റർ വെൻ ഇറ്റ് ഈസ് കോൾഡ്. ഐ വെയർ എ സ്വെറ്റർ. അവിടെ ഈ സൗണ്ട് വവൽ സൗണ്ട് ഒന്നും വരുന്നില്ല. ഐ വെയർ എ സ്വെറ്റർ വെൻ ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ മതി. വാട്ട് ഷൈൻസ് ഇൻ ദ സ്കൈ ഡ്യൂറിങ് ദ ഡേ? അപ്പോൾ ദ സൺ ഷൈൻസ് ഇൻ ദ സ്കൈ ഡ്യൂറിങ് ദ ഡേ. അവിടെ എ സണ്ണെന്നോ ആൻ സണ്ണെന്നോ ഒന്നും പറയില്ല, ദ സൺ എന്നേ പറയുള്ളൂ. വാട്ട് ഡിഡ് ഷാജഹാൻ ബിൽഡ്? ഷാജഹാൻ ബിൽഡ് ദ താജ്മഹൽ. എ താജ്മഹൽ എന്നും പറയില്ല, ആൻ താജ്മഹൽ എന്നും പറയില്ല. കാരണം അവിടെ വവൽ സൗണ്ട് ഇല്ല. താജ്മഹലിൻ്റെ വവൽ സൗണ്ട് അല്ല, ടി എന്ന് പറയുന്ന വവൽ സൗണ്ട് അല്ല. ദ താജ്മഹൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഷാജഹാൻ ബിൽഡ് ദ താജ്മഹൽ. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾസിൽ പഠിക്കാൻ നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർട്ടിക്കിൾസിൽ? ആർട്ടിക്കിൾസിൽ അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് കുറവാണ്. ആർട്ടിക്കിൾസ് എളുപ്പമല്ലേ, അതിന് കറക്റ്റ് യൂസ് ചെയ്താൽ തന്നെ കിട്ടും. എ എന്ന് പറയുന്ന അൺനോൺ ടു സ്പീക്കറാണ്, സ്പീക്കർ ഓർ ലിസ്ണർ. ആൻ എന്ന് പറയുന്ന വവൽ സൗണ്ടിൻ്റെ ഇതിൽ വരുന്നതാണ്, വവൽ സൗണ്ട്, എ ഇ ഐ യു യു. ദ എന്ന് പറയുമ്പോൾ നോൺ ടു ബോത്ത് സ്പീക്കർ, സ്പീക്കറിന് ലിസണറിന് ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിനെയാണ്. അപ്പോൾ ദ യൂസ് ചെയ്താൽ മതി. ഓക്കെ.